പഠിക്കാൻ റെഡിയാണോ രണ്ടുപേരും? റെഡി. സയൻസ് പഠിക്കാം. സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ദ ചെയിൻ ഓഫ് ലൈഫ്. എന്താ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്? ഓഫ് ലൈഫ്. എന്താ ദ ചെയിൻ ഓഫ് ലൈഫ് മീനിങ്? അതിന്റെ അർത്ഥം എന്താ? ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ദ ചെയിൻ ഓഫ് ലൈഫ്, ജീവന്റെ ശൃംഖല. പറഞ്ഞേ, ജീവന്റെ ശൃംഖല. ദ ചെയിൻ ഓഫ് ലൈഫ്. നോക്കിയാലോ? എന്താ ജീവൻ? എന്താ ജീവനൊരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? എന്താ ജീവൻ? നമുക്ക് ജീവനുണ്ടോ? ജീവനുള്ള വസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ജീവനുണ്ടെന്ന് എങ്ങനെ അറിയാം? ഒരു വസ്തുവിന് ജീവൻ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, എനിക്ക് ജീവനുണ്ടോ ഇല്ലയോ? ഉണ്ട്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തിക്ക് ജീവനുണ്ടെന്ന്? എങ്ങനെ മനസ്സിലാക്കാം? പറഞ്ഞേ, നിങ്ങൾക്ക് എന്തറിയാം? ജീവനുള്ള വസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞേ. പറ. കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ജീവനുള്ള വസ്തു. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ള വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ. ഡിഫറൻസ് പറഞ്ഞേ. ലിവിങ് തിങ്സിന്റെ പ്രത്യേകതകൾ, നോൺ ലിവിങ് തിങ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞേ. ഇതെന്താ? പെൻസിൽ. ഇത് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ? നോൺ ലിവിങ് തിങ്ങിന് സംസാരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ ഇല്ലയോ? ഇല്ല. ഞാൻ ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ? ഞാൻ സംസാരിക്കുന്നുണ്ടോ? എനിക്ക് സംസാരിക്കാൻ പറ്റും. ഒരു ഡിഫറൻസ് മനസ്സിലായോ? ലിവിങ് തിങ്ങിന് സംസാരിക്കാൻ പറ്റും. എല്ലാ ലിവിങ് തിങ്ങിനും സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാനൊരു ഹ്യൂമൻ ബീയിങ് അല്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റും. നോൺ ലിവിങ് തിങ്ങിന് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എനിക്ക് വേറൊരു പൊസിഷനിലേക്ക് പോകാൻ പറ്റുമോ? പോവാൻ പറ്റും. അപ്പൊ ലിവിങ് തിങ്ങിന്റെ വേറൊരു പ്രത്യേകത എന്താ? ലിവിങ് തിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും, നടക്കാൻ സാധിക്കും അല്ലേ? ഇത് ലിവിങ് തിങ്ങോ നോൺ ലിവിങ് തിങ്ങോ? പെൻസില്. ഇതിന് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റത്തില്ല. നോൺ ലിവിങ് തിങ്ങിന് നടക്കാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ, ആലോചിച്ച് ഒരു ഫീച്ചർ പറഞ്ഞേ. ലിവിങ് തിങ്ങിന്റെ നോൺ ലിവിങ് തിങ്ങിന്റെ ഒരു ഫീച്ചർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇത് ബുക്ക് അല്ലെങ്കിൽ ഇത് പെൻസിൽ, ഇത് രണ്ടും നോൺ ലിവിങ് തിങ് അല്ലേ? ഇതിന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞേ നിങ്ങൾ. നമ്മൾ ഒന്ന് പറഞ്ഞു, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ വേറൊന്ന് പറഞ്ഞേ. ഫുഡ് കഴിക്കാൻ പറ്റുമോ നോൺ ലിവിങ് തിങ്ങിന്? പറ്റത്തില്ല. കൈയില്ല. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. വെരി ഗുഡ്, സൂപ്പർ. വെള്ളം കുടിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ലിവിങ് തിങ്ങിനോ? ഫുഡ് കഴിക്കാൻ പറ്റും, വെള്ളം കുടിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഹ്യൂമൻ ബീങ്സിന്. പ്ലാന്റ്സ് ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ? പ്ലാന്റ്സിന് സംസാരിക്കാൻ പറ്റുമോ? അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, പ്ലാന്റ്സ് ലിവിങ് തിങ് ആണ്. ബട്ട് പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സംസാരിക്കാനുള്ള കഴിവില്ല. അത് മൂവ് ചെയ്യത്തില്ലേ? വിൻഡ്, കാറ്റടിക്കുമ്പോ അത് മൂവ് ചെയ്യത്തില്ലേ? അത് മൂവ് ചെയ്യും ഇല്ലേ? അത് മൂവ് ചെയ്യും. അത് ബ്രീത്ത് ചെയ്യത്തില്ലേ? ബ്രീത്ത് ചെയ്യോ പ്ലാന്റ്സ്? പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യും, മൂവ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ഗ്രോ ചെയ്യോ? ഗ്രോ ചെയ്യും. എപ്പോഴാ പ്ലാന്റ്സ്, അനിമൽസ് എല്ലാരും ഗ്രോ ചെയ്യുന്നത് എപ്പോഴാ? നമ്മൾ വളരുന്നത് എപ്പോഴാ? പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീയിങ്സ് ആയിക്കോട്ടെ, ആരായാലും വളരുന്നത് എപ്പോഴാ? എന്ത് ചെയ്യുമ്പോഴാ വളരുന്നത്? എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരുന്നത്? നമ്മൾ ജനിച്ചപ്പോ കുഞ്ഞല്ലായിരുന്നോ? ബേബീസ് അല്ലായിരുന്നോ? നമ്മൾ എങ്ങനെ വളർന്നു വന്നത്? ചുമ്മാ നമ്മളങ്ങ് വളർന്നയാണോ? പിന്നെ എപ്പോഴാ വളരുന്നേ? കുറച്ച് പറഞ്ഞു. എപ്പോഴാ നമ്മൾ വളരുന്നേ? പഠിച്ചാണോ വളരുന്നേ? പഠിച്ചു വളരും, അത് ഓക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ വളരുന്നേ? ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? വെരി ഗുഡ്, സൂപ്പർ. സൂപ്പർ. ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം. അപ്പൊ നമ്മൾ എന്ത് കഴിച്ചാലാ വളരുന്നേ? എന്ത് കിട്ടിയാലാ വളരുന്നേ? നമ്മുടെ ബോഡിക്ക് ആഹാരം കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞേ, ആഹാരം കിട്ടുമ്പോഴാണ് നമ്മൾ വളരുന്നത്. ആണോ? ഹ്യൂമൻ ബീയിങ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആരായാലും എപ്പോഴാ വളരുന്നത്? ആഹാരം കിട്ടുമ്പോഴാണ് വളരുന്നത്. ആണേ, നമുക്ക് എവിടുന്ന് ആഹാരം കിട്ടുന്നു അതിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്റർ പറയുന്നത്. ഓക്കെ, ആഹാരത്തെ കുറിച്ചും നമുക്ക് എങ്ങനെ ആഹാരം കിട്ടുന്നു, നമ്മുടെ ആഹാര ശൃംഖല എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് ഏത് ചാപ്റ്റർ പഠിക്കുന്നേ? നമ്മുടെ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ പറയാം, നമുക്ക് എവിടുന്ന് ആഹാരം കിട്ടുന്നേ? നമ്മുടെ കേസ് തന്നെ, ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് എവിടുന്ന് ആഹാരം കിട്ടുന്നത്? പ്ലാന്റ്സിന്ന്. പിന്നെ ഗുഡ്. പിന്നെ എവിടുന്ന് കിട്ടും? ആനിമൽസിന്ന്. വെരി ഗുഡ്. ആനിമൽസിന് നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത് ഫുഡായിട്ട്? വെരി ഗുഡ്. ആനിമൽസ് നമുക്ക് എഗ് കിട്ടുന്നു. പിന്നെ മീറ്റ് കിട്ടുന്നു. സൂപ്പർ. ഇറച്ചി കിട്ടുന്നു. വെരി ഗുഡ്. മിൽക്ക്, പാല് കിട്ടുന്നുണ്ട് ആനിമൽസിന്ന്. പിന്നെന്ത് കിട്ടുന്നുണ്ട്? ഇത്രേ ഉള്ളൂ അല്ലേ? മിൽക്ക്, എഗ്, മീറ്റ്, ഇത്രയും നമുക്ക് എന്ത് ചെയ്യുന്ന കിട്ടുന്നുണ്ട്? അനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മള് ഹ്യൂമൻ ബീയിങ്സ് അത് യൂസ് ചെയ്യുന്നു. അത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്നു. അത് വെച്ചിട്ട് നമ്മുടെ ബോഡി ആവശ്യമുള്ള പ്രോട്ടീൻസ് എല്ലാം ആ ഫുഡിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു?
ഗ്രോ ചെയ്യുന്നു, വളരുന്നു. മനസ്സിലായോ? ഇനി ഒരു പിക്ചർ കാണിക്കട്ടെ. ദാ ഫസ്റ്റ് വൺ, ഇത് നോക്കേ. ഇതാരാ ഇത്? ഇതൊരു ബേർഡ്. ഇതിന്റെ ചുണ്ട് താണ്ട, അതിന്റെ ബീക്ക് അത് നീണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സപ്പോസ് ഇതിനെ ക്രെയിൻ ആയിട്ട് ഊഹിക്കാം. മനസ്സിലല്ലേ? ക്രെയിന്റെ ചുണ്ടല്ലേ ഇങ്ങനെ, കൊക്കിന്റെ ചുണ്ടല്ലേ ഇങ്ങനെ നീണ്ടിരിക്കുന്നത്. സപ്പോസ് നമുക്കതിനെ അതായിട്ട് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇതാരാ? ഫിഷ്, ചെറിയ മീൻ ആണേ. ഇത് എവിടാ ജീവിക്കുന്നേ? വെള്ളത്തില്. ഈ ഫിഷിനെ എന്തിനായിരിക്കും ഈ ക്രെയിൻ ഇങ്ങനെ ഈ ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ കൊക്ക് ഈ മീനെ എന്തിനായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിക്കാൻ. എന്തിനായിരിക്കും? അത് അതിന്റെ ആഹാരത്തിന് വേണ്ടിയാണ് എന്തിനെ നോക്കുന്നത്? ഈ ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഫിഷ് എവിടാ നിൽക്കുന്നത്? ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഈ ഫിഷ് എവിടാ ജീവിക്കുന്നേ? ഈ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞേ. ഇതൊരു ചെറിയ പോണ്ട് അല്ലെങ്കിൽ കുളമാണ് അല്ലേ? ആ കുളമാണ് എന്ത്? ഫിഷിന്റെ വീടെന്ന് പറയുന്നത്. അതിന് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയും. എന്ത് പറയും? ഹാബിറ്റാറ്റ്, ആവാസ വ്യവസ്ഥ. എന്ത് പറയും? അപ്പൊ എന്താ ആവാസ വ്യവസ്ഥ അഥവാ ഹാബിറ്റാറ്റ്? ആവാസ വ്യവസ്ഥ അഥവാ ഹാബിറ്റാറ്റ് എന്തായിരിക്കും? പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ പറ. ഞാൻ പറഞ്ഞു ഈ ഫിഷ് ജീവിക്കുന്നത് ഈ കുളത്തിലാണെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റില്. പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. അപ്പൊ എന്താണ്? വെരി ഗുഡ്, സൂപ്പർ. എന്താണ്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെ, സറൗണ്ടിങ്സിനെ, ഓക്കെ, ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെ നമ്മൾ എന്ത് പറയുന്നു? ആവാസ വ്യവസ്ഥ, സറൗണ്ടിങ്സ്. ഓക്കെ, ഒരു ജീവി ജീവിക്കുന്ന സറൗണ്ടിങ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ആവാസ വ്യവസ്ഥ അഥവാ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെയൊക്കെ ഹാബിറ്റാറ്റ് എവിടാ? അതിനെന്ത് പേര് നമ്മൾ വിളിക്കും? നമ്മൾ എവിടാ താമസിക്കുന്നത്? ഹൗസ് അഥവാ ഹോം എന്ന് വിളിക്കും നമ്മുടെ ഹാബിറ്റാറ്റിനെ. മനസ്സിലായോ? അപ്പൊ ഫിഷിന്റെ ഹാബിറ്റാറ്റ് എവിടാ? വാട്ടർ, പോണ്ട്. ഓക്കെ, അതിനൊരു പേരുണ്ട്. വാട്ടർ അല്ല, അതിന്റെ പേരാണ് പോണ്ട്, റിവർ, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഒരു പേര് നമുക്ക് പറയാം. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് പഠിക്കാം? നമുക്ക് ഫുഡ് ചെയിൻ പഠിക്കാം. ഹാബിറ്റാറ്റ് വ്യക്തമായിട്ട് മനസ്സിലായോ?